ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഇന്ത്യയിൽ ജനപ്രിയമായ ഒരു മോഡലാണ് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഒരു കാർ. ഈ കാറിൻ്റെ എൻജിൻ വന്നിരുന്നത് 4 സിലിണ്ടറുള്ള ഒരു പവർഫുൾ എൻജിനാണ്. പക്ഷേ ഇപ്പോൾ 4th ജനറേഷനിൽ 2024 മുതൽ നമുക്ക് മാരുതി എന്ത് ചെയ്തു, ഈ 4 സിലിണ്ടർ എൻജിനെ 3 സിലിണ്ടർ എൻജിനിലേക്ക് കൺവേർട്ടാക്കി. അപ്പോൾ എന്തിനാണ് മാരുതി നല്ല കരുത്തുള്ള ഈ 4 സിലിണ്ടർ എൻജിനിൽ നിന്ന് 3 സിലിണ്ടർ എൻജിനിലേക്ക് മാറ്റിയത്? അല്ലെങ്കിൽ 4 സിലിണ്ടർ എൻജിനെ കാട്ടിയും കൂടുതലായിട്ട് ഈ 3 സിലിണ്ടർ എൻജിനിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്, അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ്, വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്വിഫ്റ്റിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 7,78,000 രൂപ മുതൽ 11,48,000 രൂപ വരെയാണ്. അപ്പോൾ നമുക്ക് പെട്രോൾ ഫ്യൂവലിലും അതുപോലെ തന്നെ പെട്രോൾ പ്ലസ് CNG ഫ്യൂവലും നമുക്ക് ഈ വാഹനം അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ വാഹനത്തിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്ക് പോകുന്നത് മുന്നേ ആയിട്ട് ഈ 3 സിലിണ്ടറും 4 സിലിണ്ടർ എഞ്ചിനും തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസം, അതുപോലെ തന്നെ വാഹനത്തിൻ്റെ മലിനീകരണവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് നടപ്പാക്കുന്ന കുറച്ച് നിയമങ്ങളും അതിൻ്റെ നയങ്ങളും കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ ഒരു കാര്യം അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനത് വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് വാഹനത്തിൻ്റെ വിശദമായ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു എഞ്ചിനിൽ പ്രധാനമായിട്ടും 4 സ്ട്രോക്കുകളാണുള്ളത്. വളരെ ലളിതമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ സിലിണ്ടറിൻ്റെ ഉള്ളിലാണല്ലോ പിസ്റ്റൺ ചലിക്കുന്നത്. പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെൻറ്റർ, അതായത് മുകളിൽ വരുന്ന ആ ഒരു പൊസിഷൻ, സിലിണ്ടറിൻ്റെ മുകളിൽ വരുന്ന ഒരു പൊസിഷൻ, അതേപോലെ തന്നെ താഴെ ബോട്ടം ഡെഡ് സെൻറ്റർ. അപ്പോൾ ഈ ഒരു 2 ഡയറക്ഷനിലേക്കും നീങ്ങുന്ന ആ ഒരു മൂവ്മെൻറ്റിൻ്റെ ചലനത്തെ നമ്മൾ ഒരു സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ സ്ട്രോക്ക് ഇൻടേക്ക് സ്ട്രോക്ക്, രണ്ടാമത്തത് കംപ്രഷൻ സ്ട്രോക്ക്, മൂന്നാമത്തത് പവർ സ്ട്രോക്ക്, നാലാമത്തത് എക്സോസ്റ്റ് സ്ട്രോക്ക്. ഇൻടേക്ക് സ്ട്രോക്കിൽ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക്, അല്ലെങ്കിൽ ആ കമ്പഷൻ ചേംബറിൻ്റെ ജ്വലന അറാന്ന് മലയാളത്തിൽ പറയും, ജ്വലിക്കുന്ന ആ ഒരു ഏരിയ, അവിടേക്ക് എയറും ഫ്യൂലും, നമ്മൾ പെട്രോൾ എഞ്ചിൻ്റെ കാര്യമാണ് പറയുന്നത്, കാരണം സ്വിഫ്റ്റ് പെട്രോളാണല്ലോ, പെട്രോളും എയറും കൃത്യമായ അനുപാതത്തിൽ മിക്സായിട്ട് അത് സിലിണ്ടറിൻ്റെ ആ ഒരു ഉള്ളിലേക്ക് എത്തുന്നു. കംപ്രഷൻ ചേംബർ എന്നാണ് ആ ഒരു ഏരിയ പറയുന്ന പേര്. അതിനുശേഷം രണ്ടാമത് കംപ്രഷൻ സ്ട്രോക്കാണ്. ഈ ഉള്ളിലേക്ക് എത്തിയ എയറും ഫ്യൂലും കൂടി ചേർന്ന മിശ്രിതം, നമ്മളതിനെ പറയുന്ന പേര് എയർ ഫ്യൂൽ മിക്സ്ചർ എന്നാണ്. ഇത് കംപ്രസ് ചെയ്യും. അതിനുശേഷം പവർ സ്ട്രോക്കിലാണ്, പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് അവിടെ സ്പാർക്ക് പ്ലഗ് ആണ്. ഈ കംപ്രസ് ചെയ്ത മിക്സ്ചർ അവിടെ ഇഗ്നേറ്റ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എക്സ്പാൻഡ് ചെയ്യും. എന്തൊക്കെ ഗ്യാസ്, ആ ഒരു ഫോഴ്സിൽ പിസ്റ്റൺ ചലിക്കാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ ചലിച്ച് ആ ഒരു പവറിലാണ് പിസ്റ്റൻ്റെ മൂവ്മെൻറ്റ് വരുന്നു. കണക്റ്റിംഗ് റോഡ് ചലിക്കുന്നു, ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ റിയർ എൻഡിലുള്ള ഫ്ലൈ വീല് പവർ സ്റ്റോർ ചെയ്യുന്നു. അവിടുന്ന് അങ്ങനെ ക്ലച്ച് മുഖാന്തരം ഗിയർ ബോക്സിൽ എത്തി അവിടുന്ന് വീലുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് നോർമൽ ഗതിയിൽ ചെയ്യുന്നത്. അപ്പോൾ നാലാമത്തെ സ്ട്രോക്ക്, ഈ ഒരു പ്രോസസ്സ് 3 പ്രോസസ്സും നടന്ന ശേഷം നാലാമത്തേത് ഈ ഒരു എൻജിൻ്റെ ഉള്ളിൽ കത്തിയ വാതകങ്ങൾ ഉണ്ടാവും. ഒരു പ്രോസസ്സ് ഓൾറെഡി കഴിഞ്ഞല്ലോ. അപ്പോൾ ഈ കത്തിയ വാതകങ്ങൾ പുറന്തള്ളണം. ഇവിടെയാണ് പ്രധാനമായിട്ടും ഒരു വാഹന കമ്പനി അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറർ നേരിടേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളിരിക്കുന്നത്. ഗവൺമെൻറ് കൃത്യമായിട്ട് ഒരു ലോ പറയുന്നുണ്ട്. അത് വാഹനത്തിൻ്റെ എക്സോസ്റ്റിലൂടെ, അല്ലെങ്കിൽ എക്സോസ്റ്റ് സ്ട്രോക്കിൽ കത്തിയ വാതകം പുറത്തു പോകും. ഈ ഒരു വാതകത്തിൽ നമുക്ക് അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷാംശങ്ങൾ എന്ന് പറഞ്ഞാൽ ഹാംഫുൾ ആയിട്ടുള്ള കോമ്പോണൻസ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നുണ്ട്, കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രോ കാർബൺ, നൈട്രജൻ ഓക്സൈഡ്, അതുപോലെ തന്നെ PM എന്ന് പറയും, പെർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ്, അതുപോലെ തന്നെ വാട്ടർ വേപ്പർ തുടങ്ങിയ വിഷാംശമായിട്ടുള്ള കണ്ടൻറ്റുകൾ ഈ ഒരു എക്സോസ്റ്റ് ഗ്യാസിലുണ്ട്. അപ്പോൾ ഇത് പ്രകൃതിക്കും ശ്വസിക്കുന്ന നമ്മൾക്കും വളരെ ഹാംഫുൾ ആയിട്ടുള്ളൊരു കണ്ടൻറ്റാണ്. അപ്പോൾ ഇത് കൃത്യമായി കൺട്രോൾ ചെയ്യണമെന്ന് പറയുന്നുണ്ട് ഗവൺമെൻറ്. അപ്പോൾ അതാരാണ് അതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളും നടപ്പാക്കുന്നത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഇന്ത്യയിലെ പരിസ്ഥിതി, വനം, കാലാവസ്ഥ വ്യതിയാന മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ്, സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, CPCB ആണ് വാഹന മലിനീകരണ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതിനുള്ള ഉത്തരവാദിത്തമുള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലും രാജ്യത്തുടനീളം ഈ എമിഷൻ മാനദണ്ഡങ്ങൾ നടപ്പാക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്ന, അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കുന്ന ഒരു നോഡൽ ഏജൻസിയാണ് റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം. അപ്പോൾ ഇവരാണ് ഒരു വാഹനം പുറന്തള്ളുന്ന എക്സോസ്റ്റ് ഗ്യാസിൽ
എന്തൊക്കെ കണ്ടന്റുകൾ ഏതൊക്കെ ഒരു സ്റ്റാൻഡേർഡിലാണ് ലിമിറ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ നോംസും ആ ഒരു നിയമങ്ങളും കാര്യങ്ങളും അവരാണ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ അത് പ്രകാരം മാത്രമേ ഇന്ത്യയിൽ ഏത് മാനുഫാക്ചർക്കും അവർ പുറത്തിറക്കുന്ന വാഹനം നമുക്ക് അല്ലെങ്കിൽ പുറത്ത് വിപണിയിൽ ഈ ഒരു വാഹനം പുറത്തിറക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഓരോ മാനുഫാക്ചേഴ്സും അവരുടെ R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ് ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇതിന് പ്രത്യേക റിസർച്ചും കാര്യങ്ങളും ചെയ്തിട്ടാണ് വാഹനം പുറത്തേക്ക് ഇറക്കുന്നത് ഓരോ മാനുഫാക്ചേഴ്സും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് മാരുതി സുസുക്കി സ്വിഫ്റ്റും നമ്മൾ 4 സിലിണ്ടർ എൻജിൻ്റെ പ്രശ്നം പ്രധാനമായിട്ടും വരുന്നത് മലിനീകരണം എങ്ങനെ കുറക്കാം എന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടും 4 സിലിണ്ടർ എൻജിൻ നിന്നും 3 സിലിണ്ടറിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു സിലിണ്ടർ കുറഞ്ഞു അല്ലേ? ഈ ഒരു സിലിണ്ടർ കുറയുന്ന സമയത്ത് തന്നെ നമുക്ക് എന്തൊക്കെയാണ് ആ ഒരു ഡിഫറൻസ് എന്ന് നോക്കാം. 3 സിലിണ്ടർ എൻജിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഫ്യൂവൽ എഫിഷ്യൻസിയാണ്. എക്കണോമിയാണ്. നമുക്ക് ഫ്യൂവൽ എഫിഷ്യൻസി കുറച്ചും കൂടി മൈലേജ് കൂടുതലായിട്ട് കിട്ടുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം കമ്പയർ ടു 4 സിലിണ്ടർ എൻജിൻ. അടുത്തത് ലോവർ വെയിറ്റ് ആണ്. ഒരു സിലിണ്ടർ കുറഞ്ഞു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. സ്വാഭാവികമായിട്ടും ആ ഒരു വെയിറ്റ് ലോസ് ആ ഒരു എൻജിൻ്റെ സ്ട്രക്ചറിൽ ഉണ്ടാകും. അപ്പോൾ വെയിറ്റ് കുറവാണ്. അപ്പോൾ വെയിറ്റ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുക? ആ ഒരു എൻജിൻ ക്യാബിനിൽ വെയിറ്റ് കുറഞ്ഞ സാഹചര്യത്തിൽ നമുക്ക് എൻജിൻ്റെ ഗിയർ ബോക്സ് കൊടുക്കുന്ന ആ പവർ ഔട്ട്പുട്ട് അത് മാക്സിമം നമുക്ക് വീലുകളിലേക്ക് എത്തുന്നൊരു സാഹചര്യം ഉണ്ടാകും. അടുത്ത് കോസ്റ്റ് എഫക്റ്റീവാണ്. ഒരു സിലിണ്ടർ അല്ലെങ്കിൽ ഒരു പിസ്റ്റൻ്റെ അറേഞ്ച്മെൻറ്റ് കുറഞ്ഞത് കൊണ്ട് തന്നെ എഫക്റ്റീവായിട്ടുള്ളൊരു കോസ്റ്റിലേക്ക് മാനുഫാക്ചേഴ്സിന് എൻജിനെ കൊണ്ടുവരാൻ കഴിയും. മാനുഫാക്ചേഴ്സിനും മാത്രമല്ല സർവീസ് ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്കും ഒരു സിലിണ്ടർ കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള മെയിൻ്റനൻസിൽ ആ ഒരു പ്രൈസ് ഡിഫറൻസ് ഉണ്ടായിരിക്കും. അടുത്തതാണ് പ്രധാനപ്പെട്ട കാര്യം, അതാണ് അതിൻ്റെ മെയിൻ ഫാക്ടർ. റെഡ്യൂസ്ഡ് എമിഷൻ കുറയും. എങ്ങനെയാണ് എമിഷൻ കുറയുന്നത്? ഒരു സിലിണ്ടർ ഓൾമോസ്റ്റ് ഇല്ല എന്ന് തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു സിലിണ്ടറിൽ കത്തുന്ന ആ ഒരു ഇന്ധനം അല്ലെങ്കിൽ അത് പുറന്തള്ളുന്ന ആ ഒരു കത്തിയ വാതകങ്ങൾ കാര്യങ്ങളൊക്കെ ഇല്ലാത്തത് കൊണ്ട് തന്നെ എമിഷൻ കുറയുമെന്നതാണ് അതിൻ്റെ ഒരു പ്രധാന ഗുണമായിട്ട് നമുക്ക് 3 സിലിണ്ടറിൻ്റെ പറയാൻ കഴിയുന്നത്. പിന്നെ അതിൽ വരുന്ന ചെറിയ 1-2 കാര്യങ്ങൾ എന്നുള്ളത്, ഒന്ന് അൺഈവൻ ആയിട്ടുള്ള സിലിണ്ടറാണ് 3 എന്ന് പറയുമ്പോൾ അല്ലേ. 4 സിലിണ്ടർ ആകുമ്പോൾ നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റ് ഈച്ച് 180 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യും. ബാലൻസ്ഡ് ആയിരിക്കും ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ആ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. അത് നേരെ 3 സിലിണ്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ 120 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഫയറിംഗ് ഓർഡർ വരണം. അപ്പോൾ ആ സാഹചര്യത്തിൽ ക്രാങ്ക് ഷാഫ്റ്റിന് ഒരു വൈബ്രേഷൻ, ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറഞ്ഞത് എൻജിന് താരതമ്യേന 4 സിലിണ്ടറിനെ കാട്ടി വൈബ്രേഷൻ ഒരു പൊടിക്ക് കൂടുതലായിരിക്കും. പക്ഷെ പവർ എപ്പോഴും 4 സിലിണ്ടർ തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. കാരണം അത് ഈവൺ ആയിട്ടുള്ളൊരു വർക്കിംഗ് പ്രൊസീജിയറാണ് ആ ഒരു എൻജിനിൽ വരുന്നത്. അപ്പോൾ പവർ ഔട്ട്പുട്ടും ആ ഒരു രീതിയിലായിരിക്കും. പക്ഷേ 3 സിലിണ്ടറിൽ വരുമ്പോൾ ഇങ്ങനൊരു ചെറിയ പ്രശ്നം വരുന്നുണ്ട്. അൺഈവൻ ആയിട്ടുള്ള നമ്പർ ഓഫ് സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ വൈബ്രേഷൻ ഒരു പരിധിവരെ കുറച്ച് കൂടുതലായിരിക്കും. അത് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത് പ്രത്യേകിച്ച് ചില ആളുകൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വണ്ടി മൊത്തത്തിൽ വൈബ്രേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഗിയറൊക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് മൊത്തം വണ്ടി കുലുങ്ങും. അതേപോലെ വണ്ടിയിൽ ഇരിക്കുന്ന ആളുകളും ഒന്ന് ഫ്രണ്ടിലേക്ക് പോയി റിവേഴ്സ് വരുന്ന രീതിയിലുള്ള ഡ്രൈവിങ്ങുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്തിട്ടില്ല എന്നെങ്കിൽ വൈബ്രേഷൻ ഉണ്ടാവും. അതിന് പറ്റുന്ന അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എൻജിന് ഒരു ലോഡ് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ അല്ലെങ്കിൽ ആ ഒരു സെക്കൻഡിൽ പ്രോപ്പറായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ ഈ ഒരു ഇഷ്യൂ കുറയ്ക്കാൻ കഴിയും. അപ്പോൾ ഓരോ മാനുഫാക്ചേഴ്സും അതിനാണ് കൂടുതൽ റിസർച്ചും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്, എങ്ങനെ 3 സിലിണ്ടർ എൻജിനിൽ വൈബ്രേഷൻ കുറയ്ക്കാം. കാരണം മാനുഫാക്ചേഴ്സിനും ഇതേപോലെ ഗവൺമെൻറ് നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അവർക്കത് ക്ലിയർ ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ ടെക്നോളജികൾ എമിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് കോസ്റ്റ് വേണം. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ അവർ കോസ്റ്റ് കുറയ്ക്കുന്നു. കാരണം എമിഷൻ കൂടുതൽ കുറയും എന്നാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ കഴിയുന്നത്. പക്ഷേ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് മൈലേജിൽ 4 സിലിണ്ടർ എഞ്ചിനെക്കാട്ടിയും കൂടുതലായിരിക്കും. പക്ഷേ പവറിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നുള്ളത് 100% യോജിക്കാവുന്ന അല്ലെങ്കിൽ സമ്മതിക്കാവുന്ന ഒരു കാര്യം മാത്രമാണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി നമുക്കൊരു ക്ലിയർ ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ, കാരണം ഓൾമോസ്റ്റ് പണ്ട് മുതലേ 4 സിലിണ്ടർ എഞ്ചിനെ ഓടിച്ച ആളുകൾക്ക് 3 സിലിണ്ടറിലേക്ക് വരുന്ന സമയത്ത് ചെറിയൊരു
ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. പക്ഷെ നമുക്കത് കംഫർട്ട് ആയിക്കോളും. കാരണം ഇപ്പോൾ എല്ലാ മാനുഫാക്ചേഴ്സും 4 സിലിണ്ടറിൽ നിന്ന് 3 സിലിണ്ടറിലേക്ക് മാറുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു 3 സിലിണ്ടറിൻ്റെ വിഷയത്തിൽ പറയാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ആൾട്ടോൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചെറിയ കാറുകളുടെ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ കമൻറ്റ് വരുന്നത് എന്താണ്, ഈ വാഹനത്തിന് വില കൂടുതലാണ്. സ്വാഭാവികമായിട്ട് എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റിന് വില കൂടുന്നത്? കാരണം ഒരു വണ്ടി ഇന്ത്യൻ മാർക്കറ്റിൽ വിപണിയിൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് നിഷ്കർഷിക്കുന്ന കൃത്യമായിട്ടുള്ള എമിഷൻ സ്റ്റാൻഡേർഡ്സും സേഫ്റ്റി സ്റ്റാൻഡേർഡ്സും ഈ മാനുഫാക്ചേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും വില കൂടും. ഇതേപോലെ എഞ്ചിൻ്റെ പവർ കുറയുന്ന രീതിയിൽ 3 സിലിണ്ടറിലേക്ക് മാറും. കാരണം അവർക്കിത് എവിടെയെങ്കിലും ഒന്ന് കോംപ്രമൈസ് ചെയ്താലേ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ 6 എയർ ബാഗ് കമ്പൽസറി ആക്കുന്നുണ്ട്. പല വാഹനങ്ങളും അങ്ങനെയാണ് ഇറങ്ങുന്നത്. ABS, ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ്സ്, EBD തുടങ്ങിയ സംവിധാനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ആ ഒരു രീതിയിലുള്ള 10 ലക്ഷത്തിന് താഴെ വരുന്ന വാഹനങ്ങളിൽ നമുക്ക് ആ ഒരു രീതിയിലെ കാര്യങ്ങളെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസം സെലിയറി ചെയ്തപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻറ്റാണ്, ഈ വണ്ടിക്ക് ഗുമ്മില്ലാതെ. അത്ര ഗുമ്മേ കിട്ടുള്ളൂ ഈ ഒരു വിലക്ക്. കാരണം ഇത്രയും കാര്യങ്ങൾ മാനുഫാക്ചേഴ്സ് ആ വാഹനത്തിൽ ഉൾക്കൊള്ളിക്കണം. എന്നാൽ മാത്രമേ ഈ സാധനം മാർക്കറ്റിൽ ഇറക്കാൻ കഴിയുള്ളൂ. അപ്പോൾ കോംപ്രമൈസേഷൻ കുറേ കാര്യങ്ങളുണ്ടാവും. അത് നമ്മൾ സഹിച്ച് മുന്നോട്ട് പോകാമെന്നല്ലാതെ വേറൊരു വഴിയില്ല. അല്ലെങ്കിൽ നമ്മൾ ഹൈ എൻഡ് വാഹനങ്ങൾ വാങ്ങുന്ന ആളുകൾക്ക് വിഷയമില്ല, അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ആ വണ്ടിയിൽ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ വാഹനം മാനുവൽ ട്രാൻസ്മിഷനിലും വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്വിഫ്റ്റിൻ്റെ ഫസ്റ്റ് ജനറേഷൻ 2005 വരുന്നത്. സെക്കൻഡ് ജനറേഷൻ 2011, അതുപോലെ തന്നെ തേർഡ് വന്നത് 2018. ഇപ്പോൾ നിലവിൽ 4th ജനറേഷനിലാണ് 2024 മുതൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് 1.2 ലിറ്ററുള്ള 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിൻ്റെ പവർ ഹൗസ് എന്ന് പറയുന്നത്. നമുക്കതിൽ CNG ഓപ്ഷനും അവൈലബിൾ ആണ്. പുതിയ സ്വിഫ്റ്റിൻ്റെ എഞ്ചിൻ നോക്കിക്കഴിഞ്ഞാൽ Z സീരീസിൽപ്പെട്ട മാരുതിയുടെ പെട്രോൾ എഞ്ചിനാണ്, 3 സിലിണ്ടർ എഞ്ചിനാണ്. അപ്പോൾ അതിൻ്റെ മൈലേജ് നോക്കിക്കഴിഞ്ഞാൽ AMTയിലാണ് മൈലേജ് കൂടുതലായിട്ട് മാരുതി പറയുന്നത്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ ഓട്ടോ ഗിയർ ഷിഫ്റ്റ് എന്ന് പറയുന്ന മാരുതിയുടെ ടെക്നോളജിയിൽ 25.75 km/ലിറ്ററാണ് മൈലേജ് പറയുന്നത്. ഇനി അത് MTയിൽ വന്നു കഴിഞ്ഞാൽ, മാനുവൽ ട്രാൻസ്മിഷനിൽ വന്നു കഴിഞ്ഞാൽ 24.80 km/ലിറ്ററാണ് മൈലേജ് ആയിട്ട് പറയുന്നത്. CNGയിൽ വന്നു കഴിഞ്ഞാൽ CNG ഓപ്ഷനിലും വാഹനം അവൈലബിൾ ആണ്. CNG ആകുമ്പോൾ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഡിക്കി സ്പേസ് കുറയും. പിന്നെ പെട്രോൾ എഞ്ചിനുള്ള വാഹനം ഡീസൽ എഞ്ചിനുള്ള വാഹനം കൊണ്ടു നടക്കുന്ന ആ ഒരു ലാഘവത്തിൽ CNG വാഹനം കൊണ്ടു നടന്നു കഴിഞ്ഞാൽ അത് സുരക്ഷാ ക്രമീകരണങ്ങളിൽ പ്രശ്നം ഉണ്ടാകും. കാരണം അത് കൃത്യമായ പ്രഷർ ടെസ്റ്റ് പോലെയുള്ള ടെസ്റ്റുകൾ കമ്പനി പറയുന്ന ആ ഒരു ഇടവേളകളിൽ ചെയ്തിരിക്കണം. പ്രോപ്പർ മെയിൻ്റനൻസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ CNG ഒരു പ്രശ്നമാകും. അപ്പോൾ അതിൻ്റെ മൈലേജ് പറയുന്നത് 32.85 ആണ് CNGയിലെ മൈലേജ് എന്ന് പറയുന്നത്. 1197 cc എൻജിൻ കപ്പാസിറ്റിയിലാണ് വാഹനം വരുന്നത്. വാഹനത്തിൻ്റെ പവർ നോക്കിക്കഴിഞ്ഞാൽ 5700 RPM-ൽ 81.58 PS പവറും, ടോർക്ക് നോക്കിക്കഴിഞ്ഞാൽ 4300 RPM-ൽ 111.7 Nm ടോർക്കുമാണ് വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ISS ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷൻ എന്നൊരു ഫംഗ്ഷനും ഈ ഒരു വാഹനത്തിൽ എൻജിനിൽ നമുക്ക് അവൈലബിൾ ആണ്. മാനുവൽ ട്രാൻസ്മിഷനും അതുപോലെ തന്നെ 5 AMTയിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. വാഹനത്തിന് കെർബ് വെയിറ്റ് വരുന്നത് 920 മാക്സിമം വരുന്നത്. AMTയിലാകുമ്പോൾ 925 കിലോഗ്രാമാണ്. അത് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 1355 കിലോഗ്രാമാണ്. നമുക്കറിയാം ഡിസൈറിൽ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് 5 സ്റ്റാർ കിട്ടിയ വാഹനമാണ് ഡിസൈർ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ ഭാവിയിലും ഈ സ്വിഫ്റ്റിലേക്ക് വരാനുള്ള സാഹചര്യം തള്ളിക്കളയാൻ കഴിയില്ല. അതുപോലെ തന്നെ BS6 Phase 2 എമിഷൻ നോംസിലാണ് വാഹനം വരുന്നത്. ബ്രേക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വെന്റിലേറ്റഡ് ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടിൽ, റിയറിൽ ഡ്രം ബ്രേക്കാണ് കൊടുത്തിട്ടുള്ളത്. സസ്പെൻഷൻ നമ്മളെ പഴയ സസ്പെൻഷൻ സിസ്റ്റം തന്നെയാണ്. മാക്ബോസ് സ്റ്റട്ട് ഫ്രണ്ടിലും റിയറിൽ ടോർഷൻ ബീമുമാണ് വാഹനം വന്നിട്ടുള്ളത്. വാഹനത്തിൻ്റെ ടയർ ഓപ്ഷൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ 15 ഇഞ്ചിൻ്റെ റേഡിയസുള്ള ടയറാണ്. നോർമലിൽ വന്നു കഴിഞ്ഞാൽ 14 ഇഞ്ചിൻ്റെ ടയറാണ് കൊടുത്തിട്ടുള്ളത്. കാറിൻ്റെ ഡയമെൻഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ലെങ്ത്ത് 3860 മില്ലിമീറ്ററും വിഡ്ത്ത് 1735 മില്ലിമീറ്ററുമാണ്. ടോട്ടൽ ഹൈറ്റ് വരുന്നത് അൺലാൻഡാണ് 1520 വീൽ ബേസ് 2450. ഫ്രണ്ട് ആക്സിലും റിയർ ആക്സിലും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസാണ് വീൽ ബേസ് എന്ന് പറയുന്നത്. മിനിമം ടേണിംഗ് റേഡിയസ്, സ്റ്റിയറിങ്ങിൻ്റെ ടേൺ റേഡിയസ് വരുന്നത് 4.8 മീറ്ററാണ്. ഫ്യൂൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി 37 ലിറ്ററാണ് വരുന്നത്. ബൂട്ട് സ്പേസ് നമുക്ക് 265 ആണ്. നോർമൽ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ബൂട്ട് സ്പേസും
വാഹനത്തിൽ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വാഹനം നമുക്ക് 9 കളർ വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. റെഡ്, ബ്ലൂ, ഓറഞ്ച്, ഗ്രേ, സിൽവർ, വൈറ്റ്, റെഡ്, അതിൽ നമുക്ക് മിഡ് നൈറ്റ് ബ്ലാക്ക് റൂഫും വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബ്ലൂ വിത്ത് മിഡ് നൈറ്റ് ബ്ലാക്ക് ടോപ്പ് എൻഡിലാണ് വരുന്നത്. വൈറ്റ് വിത്ത് മിഡ് നൈറ്റ് ബ്ലാക്ക്, അതൊക്കെ ടോപ്പ് എൻഡ് ഡ്യുവൽ ടോൺ കളർ വേരിയൻറ്റിലാണ് ആ ഒരു കാര്യങ്ങളൊക്കെ വരുന്നത്. വാഹനത്തിൻ്റെ വാറണ്ടി മാറ്റം വന്നിട്ടുണ്ട്, മാരുതി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. 3 വർഷം അല്ലെങ്കിൽ 1 lakh കിലോമീറ്റർ ആണ്. നമുക്കത് 6 ഇയറിലേക്ക് എക്സ്റ്റൻഡ് വാറണ്ടി പാക്കേജ് എടുത്തിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അത് എടുക്കുന്നതാണ് നല്ലത്. അതിന് വലിയൊരു എമൗണ്ട് വരുന്നുണ്ടോ ചോദിച്ചാൽ 10-15 ആ ഒരു റേറ്റിലാണ് വരുന്നത്. അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 6 ഇയറിലേക്ക് നമുക്ക് വാറണ്ടി കവറേജ് കിട്ടും. പാക്കേജ് എടുക്കുമ്പോൾ കൃത്യമായിട്ട് അതിൽ എന്തൊക്കെയുള്ളതെന്ന് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്തം വാഹനം വാങ്ങുന്നത് നമ്മുടേത് മാത്രമാണെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു കേട്ടോ. അപ്പോൾ വാഹനത്തിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സുമായി ബന്ധപ്പെട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു അത് നല്ല എക്സ്പെൻസീവുള്ള കാര്യമാണ് 6 എയർ ബാഗ് ഒരു വാഹനത്തിൽ ഫിക്സ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഒരു വാഹനത്തിൻ്റെ വില കൂടാനും കുറയാനുള്ള സാഹചര്യം വരുന്നത്. അതേപോലെ തന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ഹീൽ ഹോൾഡ് അസിസ്റ്റ്, റിയർ പാർക്കിംഗ് സെൻസേഴ്സ് തുടങ്ങിയ എല്ലാ സേഫ്റ്റി എക്യുപ്മെൻറ്റ്സും ഈ ഒരു വാഹനത്തിൽ ലോഡഡ് ആണ്. ഫീച്ചേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ DRL ഉണ്ട്. അതുപോലെ തന്നെ ഗ്ലോസി ബ്ലാക്ക് ഗ്രില്ലാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. വാഹനം കാണാൻ ക്യൂട്ട് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. അതേപോലെ തന്നെ പവറിൽ മാത്രമാണ് ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. പ്രിസിഷൻ കട്ട് ഡ്യുവൽ ടോൺ അലോയ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ C ഷേപ്പ് ടെയിൽ ലാമ്പാണ് പുതിയൊരു സ്വിഫ്റ്റിൽ വന്നിട്ടുള്ളത്. ഇൻറ്റീരിയറിലായാലും നമുക്കൊരു പ്രീമിയം ടച്ചൊക്കെ ഫീൽ ചെയ്യും. വലിയ രീതിയിലല്ല, നമുക്ക് കൊടുക്കുന്ന ആ ഒരു പ്രൈസ് റേഞ്ച് നോക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ലാത്തൊരു ലുക്കിലാണ് വാഹനം വന്നിട്ടുള്ളത്. റിയർ വെൻറ്റിൽ AC കൊടുത്തിട്ടുണ്ട്. വയർലെസ് ചാർജിങ് ഫെസിലിറ്റിയും ആഡഡ് ആണ്. അതേപോലെ തന്നെ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം, ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇൻബിൽട്ട് ആണ്. ക്രൂയിസ് കൺട്രോളും നമുക്ക് ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ ആണ് നമ്മളെ സ്റ്റിയറിങ്ങിന് ഫ്രണ്ടിലുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ മാരുതി സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ അവൈലബിൾ ആണ്, നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ലാതെ നീറ്റായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്നൊരു ട്രാൻസ്മിഷനാണ് മാരുതിയുടെ AGS എന്ന് പറയുന്നത്, ഓട്ടോ ഗിയർ ഷിഫ്റ്റ് എന്ന് പറയുന്ന ടെക്നോളജി. അപ്പോൾ വാഹനം ഓടിച്ചു നോക്കിയ ഒരാളെന്ന നിലയ്ക്ക് പുതിയ ഒരു ഈ എൻജിനിലേക്ക് വന്നപ്പോഴും പവറിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതെന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമാണ്. 4 സിലിണ്ടറിൽ നിന്ന് 3 സിലിണ്ടറിലേക്ക് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു കാര്യങ്ങൾ ചെറിയ രീതിയിൽ ഉണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. അത്യാവശ്യം പവർഫുൾ എൻജിനാണ്. പിന്നെ വൈബ്രേഷന് ചെറിയൊരു കാര്യങ്ങൾ അത് കമ്പനി മാക്സിമം അത് ക്ലിയർ ചെയ്യുന്ന രീതിയിലാണ് വാഹനത്തിൻ്റെ മൗണ്ടിങ്ങും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത്. എൻജിൻ റൂമിലായാലും സസ്പെൻഷൻ്റെ സെറ്റപ്പ് ആയാലും ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുതിയൊരു സ്വിഫ്റ്റ് എന്ന് പറയുമ്പോൾ അത് കാലാനുസൃതമായി മാറ്റങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ്. ഇൻറ്റീരിയറിലായാലും എക്സ്റ്റീരിയറിലായാലും വാഹനത്തിൻ്റെ ഓൾ ഡിസൈൻ നോക്കിയാലും എഞ്ചിൻ്റെ സ്പെസിഫിക്കേഷൻ ആയാലും ആ ഒരു രീതിയിൽ മാരുതി സ്വിഫ്റ്റ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന മികച്ച നല്ലൊരു വാഹനം കൂടിയാണ്. പിന്നെ നമുക്കറിയാം മാരുതിയുടെ സർവീസ് നെറ്റ്വർക്ക്, മെയിൻ്റെനൻസ് കോസ്റ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അതിൻ്റെ അർത്ഥം വളരെ കുറവെന്നല്ല. അതേപോലെ തന്നെ പാർട്സിൻ്റെ അവൈലബിലിറ്റി കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ചോയ്സ് തന്നെയാണ് മാരുതി സുസുക്കി സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്ത്തായി, കാരണം കുറച്ച് കാര്യങ്ങൾ വിശദമായി സംസാരിക്കേണ്ട സാഹചര്യം വന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.